H-1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് $1,00,000 ആക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ഗോൾഡ് കാർഡ് ഇമിഗ്രേഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഉത്തരവ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഇന്ത്യക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വിസയാണ് ഈ H-1B എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് തന്നെ ഒരു പറച്ചിലുണ്ടല്ലോ. ഈ 88 ലക്ഷം രൂപയൊക്കെ മുടക്കി H-1B വിസ എടുക്കുക, അതും ഈ 3 വർഷം വീണ്ടും പുതുക്കുകയൊക്കെ വേണം. എത്രത്തോളം നിരാശയാണ് ഇന്ത്യക്കാർക്ക് ഇത് സമ്മാനിക്കുന്നത്? മറ്റ് കുടിയേറ്റ നിയന്ത്രണ പദ്ധതികൾ എന്തൊക്കെയാണ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. അമേരിക്കയിലേക്ക് സ്കിൽഡ് വർക്കേഴ്സ് ധാരാളം വരുന്ന ഇന്ത്യൻ IT മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം. H-1B വിസയ്ക്ക് $1,00,000 ഫീസായി വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. രാജ്യത്തേക്ക് വരുന്ന ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. ഈ H-1B സാധാരണ നിലയ്ക്ക് 3 വർഷത്തേക്കും പിന്നീട് അതൊരു 3 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വർക്ക് വിസയാണ്. അമേരിക്കയിലുള്ളതും കമ്പനികളുമായിട്ടൊക്കെ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ പുതിയ ഫീസും അതുപോലെ ഇത് സംബന്ധിച്ചുള്ള മറ്റുള്ള റിക്വയർമെന്റ്സും ഒക്കെ നിശ്ചയിച്ചതെന്നാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. H-1B പ്രോഗ്രാം പ്രതിവർഷം 65,000 വിസകളാണ് അനുവദിക്കുന്നത്. ഇത് കൂടാതെ ഉന്നത ബിരുദമുള്ള തൊഴിലാളികൾക്ക് ഏതാണ്ട് 20,000-ഓളം വിസകളും നൽകുന്നുണ്ട്. കുറഞ്ഞ വേതനത്തിൽ അമേരിക്കയിൽ തൊഴിലുകൾ നഷ്ടപ്പെടുന്നുവെന്നാണ് ഈ H-1B പ്രോഗ്രാമിനെ എതിർക്കുന്ന വിമർശകർ കാലാകാലമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എലോൺ മസ്കിനെ പോലെയുള്ളവർ പറയുന്നത് H-1B വിസ കൂടുതൽ കഴിവുള്ള വർക്കേഴ്സിനെ അമേരിക്കയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നല്ല പ്രോഗ്രാം ആയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. H-1B പ്രോഗ്രാമിലൂടെ ലഭിക്കുന്ന ജോലികളിൽ ഏകദേശം 2/3 ഭാഗവും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കൂടാതെ എഞ്ചിനീയർമാർ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ കൊണ്ടുവരാൻ തൊഴിലുടമകൾ H-1B സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രഖ്യാപനവും വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗോൾഡ് കാർഡ് ഇമിഗ്രേഷൻ പദ്ധതി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. $10,00,000 ഫീസ് നൽകുന്ന വിദേശീയരുടെ വിസകൾ ഈ നയത്തിലൂടെ വേഗത്തിലാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ H-1Bയുടെ പുതിയ നിയന്ത്രണം സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ബുള്ളറ്റിനുകൾ നമുക്ക് നൽകാൻ സാധിക്കും. കാര്യം ഇത് നിയമവിദഗ്ധരുമൊക്കെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അവരുടെ തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ H-1B വിസ സ്റ്റാറ്റസിലുള്ളവർ ഒരു പക്ഷേ ഈ $1,00,000 ഫീസ് അടയ്ക്കാതെ അവർക്ക് ഒരുപക്ഷെ അമേരിക്കയിലേക്കുള്ള തിരിച്ചു മടങ്ങി വരവിനെ അത് ബാധിച്ചേക്കുവാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. കൃഷ്ണ, റീജിത്ത്. മധു, ഒരു വശത്ത് H-1B വിസയുടെ ഫീസ് ഉയർത്തുന്നു. അത് 88 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ ഈ ഡോളറിന്റെ നിരക്ക് കണക്കാക്കുമ്പോൾ. ഗോൾഡ് കാർഡ് വിസ അതും ഒരു വലിയ ഉയർന്ന പട്ടികയാണ്. എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. മാധ്യമപ്രവർത്തകരുടെ വിസയിൽ നിയന്ത്രണം 249 ദിവസമായുള്ള ചുരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ കുടിയേറ്റ നിയന്ത്രണം ത്തിനുള്ള നടപടികൾ തുടങ്ങുന്നു. ഇതൊക്കെ എന്ന് പ്രാബല്യത്തിലാകും? മധു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വിസയ്ക്ക് അപേക്ഷിച്ച് ഫീസ് അടച്ചിരിക്കുന്നവർക്ക് ഇത് ബാധകമാകുമോ? എന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും? ക്രിസ്റ്റിന, ഇത് സംബന്ധിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതലേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. റോയിട്ടേഴ്സ് പോലുള്ള മുഖ്യധാര പത്രങ്ങളിൽ വന്ന വാർത്തകൾ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ പോയാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക രേഖ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് പ്രൊക്ലമേഷൻ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവ് ഓർഡറും അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു നിയമമായിട്ട് വരുവാനുള്ള സാധ്യത ഉണ്ടാകാൻ ഇല്ല, അല്ലെങ്കിൽ അത് അത്ര സീരിയസ് അല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന ഇത് സംബന്ധിച്ചുള്ള ലീഗൽ ഒപ്പീനിയൻ. കൃഷ്ണ, ഓക്കെ. H-1B വിസ ഫീസ് $1,00,000 ഉയർത്തി ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. ഒപ്പം തന്നെ ഏറ്റവും അധികം H-1B വിസക്കാരെ ജോലിയിലെടുക്കുന്ന ടെക് മേഖലയ്ക്കും വലിയ തിരിച്ചടിയാകും. നിരവധി ഇന്ത്യൻ IT കമ്പനികളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇത് പ്രാബല്യത്തിലായാൽ ഇന്ത്യക്ക് അതൊരു തിരിച്ചടിയായേക്കുമെന്ന റിപ്പോർട്ടാണ് മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് നൽകുന്നത്.